ഇന്ന് രാവിലെ എഴുന്നേറ്റ് അല്പം യൂട്യൂബ് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് യൂട്യൂബിൽ ദൃശ്യമായത് ജൂത ചരിത്രം എന്നൊരു ഭാഗമാണ്. അത് ഇസ്ലാമിക പ്രഭാഷകൻ്റെ ജൂത ചരിത്രമാണ്. അപ്പം ഞാൻ ആലോചിച്ചു, വളരെ സംഗീതാത്മകമായിട്ട് അറബി വാക്യങ്ങളൊക്കെ പാടി അത് അവതരിപ്പിക്കുമ്പോൾ ഞാൻ ആലോചിച്ച ഒരു കാര്യം, ഇസ്ലാം ഉണ്ടായിട്ട് 2400 വർഷം, AD 600 ചില്ലാനും വർഷങ്ങൾക്ക് ആളിലാണ് മുഹമ്മദ് നബി ഇസ്ലാം ഉണ്ടാക്കുന്നത്. ക്രിസ്ത്യൻ വർഷങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല, അതൊക്കെ ഇപ്പം നെറ്റിൽ കിട്ടുന്നതാണ്. ഏതാണ്ട് 1400 ചില്ലാനും വർഷമേ ആയിട്ടുള്ളൂ. ജൂതമതം ഉണ്ടായിട്ട് 6000-ന് താഴെ വർഷമായി. ക്രിസ്ത്യാനിറ്റി ഉണ്ടായിട്ട് നമുക്കറിയാം ക്രിസ്തുവർഷം, പക്ഷേ ഇപ്പം 2026. അപ്പോൾ കുറച്ച് ഒരു 10-15 വർഷം മുൻപോട്ടോ 10-15 വർഷം പിന്നോട്ടോ 2020 കണക്കായി. ക്രിസ്തു ജനിച്ചത് മുതലെന്നാണ് കണക്കാക്കുന്നതെങ്കിൽ ഡിസംബർ 25 വരാൻ പാടില്ല. ക്രിസ്തുവിൻ്റെ ഒരു കുണ്ഡലി എൻ്റെ കയ്യിലുണ്ട്, ജന്മനക്ഷത്രം കയ്യിലുണ്ട്, അത് മറ്റൊരവസരത്തിൽ പറയാം. അപ്പോൾ ഏതായാലും ക്രിസ്തുമതം ഉണ്ടായത് ക്രിസ്തു ജനിച്ച 30 വർഷങ്ങൾക്ക് ശേഷം ക്രിസ്തുവിൻ്റെ തിരോധാനമുണ്ടായി. ക്രിസ്തുവിൻ്റെ തിരോധാനം എന്ന് പറയുന്നത് ക്രിസ്തു രക്ഷപ്പെട്ട് കുറേ കാലം ഡമാസ്കസിൽ ഒളിവിൽ താമസിച്ചിരുന്നു. ആ കാലഘട്ടത്തിലാണ് ക്രിസ്തുവിനെ കുറേ നടന്ന് ശിക്ഷിച്ചുകൊണ്ടിരുന്ന പൗലോസ് അപ്പോസ്തലൻ, പൗലോസ്, ക്രിസ്തുവിൻ്റെ ദർശനം എനിക്ക് ഡമാസ്കസിൽ വെച്ചുണ്ടായി എന്ന് പറഞ്ഞ് ക്രിസ്തുമതം ടേക്ക് ഓവർ ചെയ്യുന്നതും സ്ഥാപിക്കുന്നത്. അപ്പം ക്രിസ്തു ജനിച്ച് അവരുടെ കണക്കിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിനുശേഷം ഒരു 10-35 വർഷം കഴിഞ്ഞാണ് ക്രിസ്തുമതം ഉണ്ടാകുന്നത്. അപ്പോൾ അതനുസരിച്ച് 2000 വർഷമൊന്നും കണക്കായിക്കോ. ഇനി യഹൂദമതം, ജൂതന്മാരുടെ ചരിത്രം ഇസ്ലാമിസ്റ്റുകൾ പറയാൻ വേണ്ടി എങ്ങനെ സാധിക്കും? ജൂതന്മാർക്ക് 6000-ന് താഴെ 5872 വർഷത്തെ ചരിത്രമുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. ആദമിന് 130 വയസ്സായപ്പോൾ സേത്ത് ജനിച്ചു. സേത്തിന് 105 വയസ്സായപ്പോൾ ഏനോഷ് ജനിച്ചു. ഇങ്ങനെ അവരുടെ പരമ്പര ഇത്രാമത്തെ വയസ്സിൽ മകൻ ജനിക്കുന്നു. അങ്ങനെ ആ വർഷങ്ങളെല്ലാം കൂട്ടിയെടുത്ത് വന്നാൽ 5872 വർഷം മുമ്പാണ് യഹോവ ജൂത അവരുടെ ദൈവമായിട്ടുള്ള യാഹു അല്ലെങ്കിൽ യഹോവ ഭൂമി സൃഷ്ടിച്ച് മണ്ണ് കുഴച്ച് ആദവിനെ ഉണ്ടാക്കിയതെന്നാണ്. അപ്പോൾ 5800 വർഷം പഴക്കമുള്ള ജൂതനെക്കുറിച്ച് 1400 വർഷം മുമ്പ് മാത്രം ഉണ്ടായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾ പറയുന്നതെല്ലാം അവർക്ക് അനുകൂലമായിട്ടുള്ള കെട്ടുകഥകളാണ് എന്നുള്ളത് വ്യക്തമാണ്. ഈ ഖുർആൻ അക്ഷരാഭ്യാസം പോലും ഇല്ലാതിരുന്ന, ഖുർആൻ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളാരും മുഹമ്മദ് നബി എന്നവർ സമ്മതിക്കുന്നുണ്ട്. ദൈവം ആയത്തുകൾ ഇറക്കിക്കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് കെട്ടുകഥകളാണ്. ബൈബിള് പറയുന്നതും കെട്ടുകഥകളാണ്. എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്? യഹോവയെ സംബന്ധിച്ച് യേശു മേരി പിഴച്ചു വെച്ച സന്താനം, ജൂതരെ സംബന്ധിച്ച്. അതുകൊണ്ടാണ്
അവരുടെ മതത്തിൻ്റെ സിദ്ധാന്തങ്ങളെയെല്ലാം നിഷേധിച്ച യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നത്. ക്രിസ്തുമതം ഉണ്ടായി ഏതാണ്ട് 600 വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് നബിയുടെ ജനനവും ഇസ്ലാം മതം ഉണ്ടാകുന്നത്. ഇസ്ലാം മതം ലോകത്ത് മുഴുവൻ വ്യാപിച്ച വാളുകൊണ്ടാണ്. ഇനി ക്രിസ്തുമതത്തിൻ്റെ ചരിത്രമെടുത്താൽ നോക്കിയാൽ അതും ഹിംസയിൽ കൂടിയാണ്. പക്ഷേ അവർ കുറേ തന്ത്രപരമായി കുറേ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചു. ഒരു 50% ഒരു യേശുവിനെ ഉൾക്കൊള്ളാൻ അവർ ശ്രമിച്ചു. അതുകൊണ്ട് തട്ടിപ്പിൽ കൂടിയതാണ് അവർ ക്രിസ്തുമതം ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബന്ദിക്കോസുകാരായ ആയിരുന്ന പല ആൾക്കാരും അവരുടെ ബന്ദിക്കോസിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ വീഡിയോ യൂട്യൂബിൽ ഇപ്പം ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വാസ്തവത്തിൽ കെട്ടുകഥകൾ. ഈ ബ്രിട്ടീഷുകാരന് അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക്, ബ്രിട്ടീഷുകാരൻ്റെ അനുയായിയായ ക്രിസ്ത്യാനിക്ക് ഒരിക്കലും 5000 വർഷത്തിന് മേലിലോട്ട് പുറകിലോട്ട് ചരിത്രത്തെ കൊണ്ടുപോകാൻ ഒരിക്കലും അവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് 1500 BC-യിലാണ് ആര്യന്മാർ വടക്കേ ഇന്ത്യ, പിന്നെ യൂറോപ്പിൽ നിന്ന് വന്നൊക്കെ അവർ കഥകൾ കെട്ടിച്ചമച്ചത്. കാരണം അതിനപ്പുറത്ത് മനുഷ്യനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ബൈബിള് നിഷേധിക്കലാണ്. ബൈബിള് യഹോവ ലോകമുണ്ടാക്കിയത് 6000 വർഷം ആയിട്ടില്ല. അപ്പോൾ 6000 വർഷത്തിലും കൂടുതൽ പഴക്കം ഇന്ത്യക്കുണ്ട് എന്ന് പറയാൻ അവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അതിനു വേണ്ടി മുഴുവൻ കെട്ടുകഥകൾ ധാരാളം ഉണ്ടാക്കി. ഇത് ചരിത്രാവശിഷ്ടങ്ങൾ DNA ടെസ്റ്റ് നടത്തി 10,000-15,000 വർഷത്തെ പഴക്കം ഇവിടുത്തെ ചരിത്ര വസ്തുക്കൾക്ക് ഉണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. കുറേ നാളുകൾ മുമ്പ് പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു. തമിഴ്നാട്ടിൽ നിന്നൊരു മനുഷ്യൻ്റെ അസ്ഥികൂടം കണ്ടെടുത്തു. 50,000 വർഷം പഴക്കമുണ്ട്. DNA ടെസ്റ്റ് നടത്തിയപ്പോൾ 50,000 വർഷം പഴക്കമുണ്ട്. നമ്മൾ ഓർക്കണം, കലിയുഗം തന്നെ 4,30,000 വർഷമാണ്. കൃതത്രേതാ ദ്വാപര കലിയുഗങ്ങൾ. ഇസ്ലാമിനും ഇസ്ലാമിസ്റ്റുകൾക്കോ ക്രിസ്ത്യാനികൾക്കോ യഹൂദർക്കോ ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധ്യമല്ല. വേറൊരു കാര്യം നമുക്ക് പറഞ്ഞാൽ, ഈ യൂറോപ്പിലൊക്കെ ഉപയോഗിച്ചിരുന്ന സംഖ്യാകണക്ക് ഏതാണ്? റോമൻ സംഖ്യയാണ്. റോമൻ സംഖ്യ എന്ന് പറഞ്ഞാൽ 1 * 1, 2 വരയിട്ട 2, 3 വരയിട്ട 3. ബി എന്നെഴുതിയാൽ 4. ബിയുടെ വലതുവശത്ത് ഒരു 5, 1 തൊട്ട് 6. ബിയും പിന്നെ 3 വരെയും ഉണ്ടെങ്കിൽ 8. ബി 5ആണ്, 5 3 8. ഇനി 9 എഴുതണമെങ്കിൽ X എഴുതി അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു വരയും. X 10ആണ്. അപ്പോൾ 9 ആകാൻ Xൻ്റെ ഇടതുവശത്ത് ഒരു വരയാണ്. 11 ആകാൻ Xൻ്റെ വലതുവശത്തൊരു വര. 12 ആകാൻ 2 വര. ഇങ്ങനെ സംഖ്യകൾ എഴുതിയാൽ നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ എന്തെങ്കിലും സാധിക്കുമോ? അപ്പോൾ അവർക്ക് കാലഗണനയെ ഒരിക്കലും സങ്കല്പിക്കുവാൻ സാധ്യമല്ല. ഇസ്ലാമിസ്റ്റുകൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഭാരതീയ സംഖ്യാശാസ്ത്രം പഠിച്ചതിന് ശേഷം മാത്രമാണ് അത് ഇവിടെ നിന്ന് യൂറോപ്പിൽ എത്തിച്ചത് അറബികളാണ്, മുസ്ലിങ്ങളല്ല. അത് ഇസ്ലാമില്ല. ഇന്ത്യയുമായിട്ട് സമ്പർക്കം വ്യാപാരികളായും ആ വ്യാപാരികളാണ് ഇതെല്ലാം ഈ അറിവെല്ലാം യൂറോപ്പിലെത്തിച്ചത്. അതുകൊണ്ടാണ് ഈ 1 2 3 4 എന്നുള്ള അക്കത്തിന് അറബിക് ന്യൂമറൽസ് എന്ന് പറയുന്നത് ഹിന്ദു ന്യൂമറൽസാണ്. അപ്പോൾ അവർക്ക് ഒരു 5000 വർഷത്തിൽ അപ്പുറം മനുഷ്യനുണ്ടായിരുന്നെന്ന് പറയാൻ പോലും സാധ്യമല്ല. ഈ ചെറുപ്പക്കാരായ ഇന്നത്തെ യുവാക്കൾ ഇത് പഠിക്കണം. ക്രിസ്ത്യാനികൾ പഠിക്കണം. അവർ പഠിച്ചാൽ ബൈബിൾ പഠിച്ചാൽ ബൈബിൾ ഉപേക്ഷിക്കും.